ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഭാഗ്യം. ഞാനിത് നേരത്തെ പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ട്രക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പുഷ്പമ്മയാണല്ലോ പാടി കിച്ചൺ ചെയ്യുന്നത്. അപ്പോൾ പുഷ്പമ്മ ഇനിയിപ്പോൾ കുറച്ച് കാലത്തേക്ക് വീട് അവർ വെക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കുറച്ച് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഈ വീഡിയോ പുഷ്പമ്മയുടെ ഒരു വീഡിയോ, എൻ്റെ ഒരു വീഡിയോ, അപ്പോൾ അങ്ങനെ രണ്ടുപേരുടെയും വീഡിയോ ആയിട്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ ചാനൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ടൊമാറ്റോ സോസ്. അത് നമുക്ക് തക്കാളി 5 കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ വെളുത്തുള്ളി, അത് വലിയ ഉള്ളി, ഇഞ്ചി, മുളക് പൊടി, കുരുമുളക് പൊടി, പട്ട പൊടിച്ചത്, ഉപ്പ്, അതുപോലെ പഞ്ചസാര. ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്യണം. പക്ഷേ തക്കാളി എടുക്കുമ്പോൾ പച്ച തക്കാളി എടുക്കാൻ പാടില്ല, ഫുൾ നല്ല പഴുത്ത തക്കാളി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിക്കാം എല്ലാം. അത് ഈ ഭാഗം ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇങ്ങനെ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ തക്കാളി എല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. തക്കാളി മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ഉള്ളി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് അരച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് എങ്ങനെ വഴി നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പം നമ്മളുടെ ഈ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഒന്ന് നല്ലപോലെ മിക്സിയുടെ ജാറിലൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് കാണാം, വെള്ളം മാത്രം ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ അരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. അടുപ്പ് നല്ലപോലെ കത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഉരുളി ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പം നമ്മുടെ തക്കാളി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇറക്കി വയ്ക്കാം. ഇത് നല്ലപോലെ ചൂടാറിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 2 ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതൊരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് കുരുമുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂണ് അത് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ പട്ട പൊടിച്ചത്, നല്ലപോലെ പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഇറക്കി വയ്ക്കാം.
ഇറക്കി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അടിപിടിച്ച് പോകും കേട്ടോ. ഇപ്പോൾ ഇത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളർ പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇത്തിരി കളർ ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഇത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കണം. കണ്ട, അപ്പോൾ കുറച്ച് കളർ വന്നു. ഇപ്പോൾ നമ്മൾ കളർ പൊടി ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം കുറച്ച് വിനിഗർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 50 മില്ലി ഒഴിക്കണ പോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാം. അപ്പോൾ ഇത് നമ്മൾ വിനിഗർ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിതിനെ ഒന്ന് നല്ലപോലെ അരിച്ചെടുക്കണം. അതെന്താ അറിയോ, ഇതിൻ്റെ തൊലി, തക്കാളിയുടെ തൊലി ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വേസ്റ്റ് ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇതാണ്ടോ, ഇതിലിപ്പോൾ ഇത്രയും വേസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് കൊട്ടാം. ഇനി എല്ലാം ഇതുപോലെ അരിച്ചെടുത്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാം നമ്മളിതുപോലെ അരിച്ചു കഴിഞ്ഞു. കണ്ടോ വേസ്റ്റ്, അത് നമുക്കൊരു പാത്രത്തിലേക്ക് കൊട്ടാം. അപ്പോൾ ഇവിടെ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഒരു 2-3 ദിവസം പുറത്ത് വെക്കണം. അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് ബൈ.